മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പാലക്കാട് ജില്ലാ കളക്ടർ രംഗത്തെത്തിയിട്ട് ഈ വിഷയത്തിൽ ഒരു ഒന്നൊന്നര പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ കേട്ടാൽ എങ്ങനെയാണ് കോൺഗ്രസ്സുകാരും ശോഭാവിരുദ്ധരായിട്ടുള്ള സകല ആളുകളും സഹിക്കുക? നിങ്ങൾ ഇതൊന്ന് കേട്ടോക്കൂ. പാലക്കാട് ജില്ലാ കളക്ടറാണ് ഇത് പറയുന്നത്. അങ്ങനെ നമുക്കിപ്പോ പറയാറായിട്ടില്ല. കാരണം പരാതിയിൽ ഇപ്പം നിങ്ങൾ പറയുന്ന ആ വ്യക്തി തന്നെ പറയുന്നത് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അതാണ് ഞങ്ങളോട് മൊഴി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഫർദർ അന്വേഷണത്തിന് പോകുന്നത് അതിന്റെ ഒരു ഗ്രേവ് അലിഗേഷൻ ആയതുകൊണ്ടാണ്, അലിഗേഷന്റെ സീരിയസ്നെസ് ഉള്ളതുകൊണ്ടാണ്. അത് ആവശ്യത്തിന് ഉള്ളതനുസരിച്ച് ചെയ്യും. ഇനി ഫർദർ എൻക്വയറി ഇപ്പൊ നിലവിലൊന്നും അറിയില്ല, ആ കാര്യത്തിനെ പറ്റിയിട്ട് അറിയില്ല. നമ്മളത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. നിങ്ങൾ കേട്ടില്ലേ, ജില്ലാ കളക്ടറെ മാധ്യമങ്ങളോട് പറയാതെ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാണ് ഇവിടത്തെ കോടതിയോ എന്ന പച്ചക്ക് മുഖത്ത് നോക്കി ചോദിച്ചത്. കൃത്യമായിട്ട് പാലക്കാട് ജില്ലാ കളക്ടർ വിളിച്ചു പറയുന്നു, അങ്ങനെ പറയാനായിട്ടില്ല എന്ന മാധ്യമങ്ങൾ പറയുന്നത്. ഇത് തെറ്റല്ലേ? ഇത് അയോഗ്യതയാക്കില്ലേ? ശോഭാ സുരേന്ദ്രൻ അങ്ങനെയാക്കില്ലേ, ഇങ്ങനെയാക്കില്ലേ, തെളിവില്ലേ എന്നൊക്കെ അങ്ങ് ചോദിച്ചപ്പോഴേക്ക് കൃത്യമായിട്ട് പാലക്കാട് ജില്ലാ കളക്ടർ പറയാ, അങ്ങനെയൊന്നും പറയാൻ ആയിട്ടില്ല. നിങ്ങള് ക്യാഷ് വാങ്ങി എന്ന് പറയുന്ന അമ്മൂമ്മ കൃത്യമായിട്ട് ഞങ്ങൾക്ക് മൊഴി നൽകി. ആ മൊഴി അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ട് അവർ പറയുന്നു, ഞങ്ങൾ ക്യാഷ് വാങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെയാ മാധ്യമങ്ങൾ പറയുന്നത് ശരിയാവുക? മാധ്യമങ്ങൾ അങ്ങ് ആക്രമിക്കുക. ഇവിടെ സകല മാധ്യമങ്ങളും നിരന്ന് നിന്ന് ജില്ലാ കളക്ടറെ തലയിലേക്ക് കയറാൻ നോക്കുക. അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ. ഈ ഗീബൽസൻ തന്ത്രമുണ്ടല്ലോ, ഒരു കളവ് 100 തവണ പറഞ്ഞിട്ട് അതങ്ങ് സത്യാക്കാൻ ശ്രമിക്കുക. ശോഭാ സുരേന്ദ്രന്റെ വേട്ടയാടൽ തുടങ്ങിയിട്ട് കുറച്ചായി. അതേപോലെ ജില്ലാ കളക്ടർ അടുത്തേക്കും ഇതേ വിഷയത്തിൽ എത്തിയ സമയത്ത് കളക്ടർ അങ്ങ് ഓടിച്ചതാ ഞാനിവിടെ കൊടുത്തത്. അങ്ങനെയൊന്നും പറയാനായിട്ടില്ല. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പറയുന്ന ആള് പണം വാങ്ങിയിട്ടില്ല എന്ന് അവര് മൊഴി നൽകി. ബാക്കി അന്വേഷണം നടക്കുക. നിങ്ങൾ ഈ പെൻഷൻ 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 അങ്ങനെയാണല്ലോ, അത്തരത്തില് അത് അങ്ങനെയല്ല. പെൻഷൻ എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല. ഈ മാധ്യമങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ അന്വേഷിക്കും. ഇനി വ്യക്തമായിട്ട് വളരെ ലളിതമായിട്ട് ഇതേപോലെ മാധ്യമങ്ങൾ മറ്റൊരു അബദ്ധം ചെയ്തു വെച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് സത്യം അറിയാനുള്ള ഒരു വലിയൊരു വേ ആണ് ഈ തുറന്നത്. അതായത് മാധ്യമങ്ങൾ ഈ സമയത്ത് തന്നെ മറ്റ് അന്വേഷണങ്ങളെ കുറിച്ച് ചോദിച്ച സമയത്ത് പറയുന്നു, ഞങ്ങൾക്ക് ഇന്നലെയും ഒരു ഇൻഫർമേഷൻ കിട്ടി, ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഞാൻ അതും ഇവിടെ കൊടുക്കാം, നിങ്ങളതൊന്ന് കേട്ടു. ഇതൊക്കെ കേട്ടാൽ മനസ്സിലാവും ശോഭാ സുരേന്ദ്രനെ സകല മാധ്യമങ്ങളും കോൺഗ്രസിന് വേണ്ടിയിട്ട് വേട്ടയാടുക എന്നുള്ളത്. നിങ്ങൾ കേട്ടു. പരാതികൾ ഇപ്പം ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്നലെ രാത്രി നമുക്ക് ഒരു സ്പെസിഫിക് ഹോട്ടലിൽ പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അപ്പൊ വെളുപ്പിന് തന്നെ നമ്മൾ പോയി അവിടെ സെർച്ച് ചെയ്തു. പക്ഷെ സെർച്ച് ചെയ്തെങ്കിലും നമുക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അപ്പൊ പരാതികളുടെ പുറത്ത് നമ്മൾ ഒബ്വിയസ്ലി നമ്മളൊരു അപ്പൊ തന്നെ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കും. അതിപ്പം ഏത് സ്ഥാനാർത്ഥിയാണെന്നോ ഏതോ പൊളിറ്റിക്കൽ പാർട്ടിയാണെന്നോ നോക്കാറില്ല. ആ എൻറ്റയർ ഇലക്ഷൻ പ്രോസസ്സിനെ സാബോട്ടാജ് ചെയ്യരുതെന്ന് മാത്രമേ നമ്മൾ അവിടെ ശ്രദ്ധിക്കാറുള്ളൂ. എന്തു പരാതി കിട്ടിയാലും ഞങ്ങൾ അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കൂ. ഈ കളക്ടർ പറഞ്ഞ വിഷയത്തെ കുറിച്ച് ആരെങ്കിലും മാധ്യമങ്ങളിൽ എവിടെയെങ്കിലും വാർത്ത എന്തെങ്കിലും കേട്ടോ? കേൾക്കൂല. അതേസമയം ശോഭാ സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാ വാർത്ത ഇവരിങ്ങനെ പെരിപ്പിക്കല്ലേ. ഇനി ഇത് നിയമപരമായിട്ട് ശോഭാ സുരേന്ദ്രനൊന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഒന്ന്, പാലക്കാട് ജില്ലാ കളക്ടർ പറഞ്ഞത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന്, നിങ്ങൾ പറയുന്ന ആളുകൾ പണം വാങ്ങിയിട്ടില്ല, കിട്ടിയിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പോയി നൽകി. ഇനി വീഡിയോ ആണല്ലോ ഇവർ തെളിവായിട്ട് കൊടുത്ത്. ഈ വീഡിയോയിൽ എന്തുമാതിരി വലിയ തട്ടിപ്പുകളുണ്ട്. അതില് ഒരു സ്ത്രീ നടന്നു പോകുന്നു, അടുത്തെത്തുന്നു, കൈ കൊടുക്കുന്നത് പോലെ പണം കൊടുക്കുക എന്നൊക്കെ ഇവര് പ്രചരിപ്പിക്കുന്നു. ഇത് മതിലിന്റെ ഇപ്പുറം നിന്നാണ് എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ മതിലിന്റെ ഇപ്പുറമുള്ള ആളുകള് പെട്ടെന്ന് ആ പണം കൊടുത്തു എന്ന് പറയപ്പെടുന്ന സ്ത്രീയുടെ അടുത്തേക്ക് മുഖം ക്ലോസ് ആയിട്ട് വരുന്നു. അപ്പൊ അതിന്റെ അടുത്ത് കോൺഗ്രസ് നേതാവ്, ഏത് കോൺഗ്രസ് നേതാവ്, ഈ പ്രശ്നമൊക്കെ അങ്ങനെ ഇങ്ങനെ എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ അതേ കോൺഗ്രസ് നേതാവ് പണം കൊടുക്കുന്നതിന്റെ അടുത്ത്. എന്നിട്ട് ആ ഷോട്ട് മാറിയിട്ട് പിന്നെ പോകുന്നത് സ്ത്രീ നടന്നു പോകുന്നത്. ആ സ്ത്രീ ഒരു സമയത്ത് എവിടെയും ശോഭാ സുരേന്ദ്രനുമായി സംസാരിക്കുന്ന ഒരു വീഡിയോ ഇല്ല, ഒരു സംഭവമില്ല. ആ സ്ത്രീ നടക്കുന്നത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് കാണുന്നത് നേരെ വാഹനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ശോഭാ സുരേന്ദ്രന്റെ അടുത്ത് നിർത്തിയിട്ട് ആ ഗ്ലാസ് താത്തിപ്പിച്ചിട്ട് സംസാരിച്ച് പ്രശ്നം വലിയ രീതിയിൽ ആസൂത്രണം ചെയ്ത് ബഹളം ഉണ്ടാക്കുന്നത്. ഇതിൽ ഈ പറയപ്പെടുന്ന സ്ത്രീ റോട്ടിൽ നടന്ന അപ്രത്യക്ഷ എവിടെയും കാണുന്നില്ല.
എന്തേ ആ വീഡിയോയിൽ കാണാഞ്ഞത്? വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യല്ലേ? ഓരോ ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മതിലിന്റെ ഇപ്പുറം നിന്ന് വീഡിയോ എടുക്കുന്ന ക്യാമറമാൻ പെട്ടെന്ന് ഇവരുടെ മുഖത്തിന് അടുപ്പിച്ചെത്തുന്നു. അതൊട്ടടുത്ത് കോൺഗ്രസ് നേതാവ്. ഇതൊക്കെ തട്ടിപ്പ് നാടകമാണെന്ന് ഈ സാമാന്യ ബോധമുള്ള സകല ആള് തിരിച്ചറിയൂലേ? BJP ഇവിടെ കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഈ മാതിരിയുള്ള തട്ടിപ്പുകൾ ആദ്യമായിട്ടൊന്നല്ല. നമുക്കറിയില്ലേ സുരേഷ് ഗോപി എന്തായിരുന്നു അവസ്ഥ? ഇവിടെ മീഡിയ വണ്ടിയിലെ മാധ്യമ പ്രവർത്തക എന്നൊക്കെ പറയും എന്തൊക്കെ ബഹളം ഇവിടെ നടന്നു. നൂറുകണക്കിന് വീഡിയോകൾ മീഡിയ വണ്ടി നിരന്തരം അടുപ്പ് കൂട്ടിയായിട്ട് ഇറക്കി. എന്നിട്ട് നമ്മളൊക്കെ തന്നെ കണ്ടല്ലേ, കേരളത്തിന്റെ കണ്ണും കാതും എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കേരളത്തിന്റെ സകല മാധ്യമങ്ങളും ക്യാമറ കണ്ണുകളും തുറന്നു പിടിച്ചു നിൽക്കുമ്പോ സുരേഷ് ഗോപി എന്തോ പീഡിപ്പിച്ചു എന്ന് നമ്മൾ കേട്ടതല്ലേ. മലയാളികൾക്ക് അത് മറക്കാൻ സാധിക്കോ? ഏതെങ്കിലും ഒരു മലയാളിക്ക് അത് മറക്കാൻ സാധിക്കോ? ഏത് കേരളത്തിന്റെ കണ്ണും കാതും മുന്നിൽ നിൽക്കുമ്പോൾ സുരേഷ് ഗോപി പീഡിപ്പിച്ചു എന്തൊരു അവസ്ഥയായിരുന്നത്. എന്നിട്ട് അത് ശരിയാക്കാൻ ഈ തന്ത്രം എത്രത്തോളം വലിയ രീതിയിൽ കേരളത്തിൽ സകല മാധ്യമങ്ങളും കോൺഗ്രസും ഇടതുപക്ഷം കൂടി കിണഞ്ഞു ശ്രമിച്ചത് നമ്മൾ നേരെ കണ്ണിന്റെ മുന്നിൽ കണ്ടതല്ലേ. ഈ ഒരു തരത്തിലും സുരേഷ് ഗോപി ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നുള്ളത്. എന്നിട്ടും അത് ആ കള്ളം 100 തവണയല്ല 10,000 തവണ ആവർത്തിച്ചു പറഞ്ഞു. അതിനാരാ മറുപടി കൊടുത്തത്? തൃശ്ശൂരിലെ ജനത 1.5 മറുപടി കൊടുത്തു. 1.5 മറുപടി. 3/4 ലക്ഷത്തോളം വോട്ടിനാ സുരേഷ് ഗോപി അങ്ങ് വിജയിപ്പിച്ചത്. ഈ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതിന് കോൺഗ്രസും ഈ അജണ്ടയുമായി നടക്കുന്ന മാധ്യമങ്ങളും അങ്ങ് വല്ലാതെ വേട്ടയാടിയാൽ തൃശ്ശൂരിലെ ജനത ചെയ്തതുപോലെ തന്നെ പാലക്കാട്ടെ ജനതയും ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്നത്. ഇത് ഈ പറയുന്ന പാലക്കാട്ടെ ജനതയോട് സ്നേഹം കാണിക്കുന്നത് അത് കൃത്യമായിട്ട് ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള തിരക്കഥയാ. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും അവന്റെ ആശാനായിട്ടുള്ള ഷാഫി പറമ്പിലോ അവന്റെ അതിനു മുകളിലുള്ള ആശാന്മാരും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു 1.5 തിരക്കഥയത്. അതിൽ നടന വൈഭവം തന്നെയാണ്. നടനം വലിയ രീതിയിൽ നടിക്കുക. ആര്? പിഷാരടി വലിയ രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. അവര് പിഷാരടിയിൽ വലിയ മാന്യതയ്ക്ക് വന്ന് ഓരോരുത്തർക്കും ഓരോ റോൾ. ഇത് സംഭവിക്കുന്നു. അത് പോസ്റ്റ് ഇടാൻ രാഹുൽ മാങ്കൂട്ടത്തില്, അതിന് പ്രതികരിക്കാൻ ഷാഫി പറമ്പില്, അതിന് അപ്പുറത്ത് നിന്നിട്ട് KC, ഇപ്പുറത്ത് നിന്ന് പിഷാരടി. ഞാനൊന്നും ഇതൊരു തിരക്കഥയാണ് കേരളം കണ്ടത്. അതങ്ങ് മുറിഞ്ഞു വീണില്ല. കൃത്യമായിട്ട് പാലക്കാട് ജില്ലാ കലക്ടർ ഉൾപ്പെടെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞില്ലേ. നിങ്ങൾ പറയുന്നു എന്ന് പറയുന്ന അവർ ക്യാഷ് വാങ്ങിയെന്ന് അവര് പറയുന്നില്ല. അവര് തന്നെ അതിനെ എതിർക്കുന്നു. പിന്നെ എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന തരത്തിലുള്ള ചോദ്യം. ഈ ശോഭാ സുരേന്ദ്രനെ വേട്ടയാടിയതിന് പാലക്കാട്ടെ ജനത മറുപടി പറയും. അത് ഓരോ വോട്ടിലൂടെ ആയിരിക്കും. ഓരോരുത്തരും പാലക്കാട് ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിച്ചുകൊണ്ടായിരിക്കും ഇതിന് കോൺഗ്രസിന് മറുപടി കൊടുക്കുക. കോൺഗ്രസിന്റെ ഈ നാടകത്തിന്, ഈ തട്ടിപ്പിനെതിരെ പാലക്കാട്ടെ ജനത പ്രതികരിച്ചിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ഒരു കോൺഗ്രസ്സുകാർക്കും വേണ്ട.